നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടത്തിലേക്ക് പോയ സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ ഈ കിരീടം അർഹിച്ചതാണ്. അവർ മറ്റൊരു ചരിത്രവും സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ തുടരൻ അപരാജിത കുതിപ്പിൻ്റെ കണക്ക്. അതിൽ അവർ ഇറ്റലിയെ മറികടന്നിരിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ അവരുടെ കണക്കുകൾ നോക്കിയാൽ 8 കളികൾ അവർ കളിച്ചതിൽ 7 വിജയവും 1 സമനിലയുമാണ്. കേപ്പ് വെർദെക്കെതിരെയായിരുന്നു ആ സമനില. അവരുടെ പ്രകടനത്തിൻ്റെ മൊത്തം കണക്കുകൾ നോക്കിയാൽ 91.7% അവരുടെ വിൻ റേറ്റ്. വേൾഡ് കപ്പിൽ 14 ഗോളുകൾ അടിച്ചു, ഒരേ ഒരു ഗോളേ തിരികെ വാങ്ങിയുള്ളൂ. വാവ്. 7 മാച്ചുകൾ ക്ലീൻ ഷീറ്റാണ്, വിത്തൗട്ട് കൺസീഡിങ് എ ഗോളാണ്. 24 ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. 10 ഷോട്ട്സ് പെർ ഗോൾ സ്കോർഡ്. ഒരു ഗോൾ അടിക്കാൻ 10 ഷോട്ടുകൾ വീതം അടിച്ചു. 46 ഷോട്ട് പെർ ഗോൾ കൺസിഡർ ആണ്. എതിരാളികൾ 46 ഷോട്ട് അടിച്ചെങ്കിൽ ഒരു ഗോൾ വരും എന്നുള്ള ആ കണക്ക് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കണക്കാണ്. 63.9% ബോൾ പൊസിഷൻ. യെസ്, ഫൈനലും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. അർജൻറ്റീന അവർ ഷോട്ട് അടിക്കാൻ വിട്ടോ? ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ വന്നില്ലല്ലോ. അതാണ് ഇനി ഇവരുടെ റണ്ണിൻ്റെ കാര്യം. 38 മത്സരങ്ങളായിരിക്കുന്നു അവർ അപരാജിത കുതിപ്പ്. 29 വിജയങ്ങളും 9 സമനിലകളുമാണ്. അത് 90 മിനിറ്റിലെ കണക്കാണ്. ഷൂട്ടൗട്ടിലിപ്പം നമ്മൾ പറയും നേഷൻസ് ലീഗിൽ തോറ്റില്ല. ഷൂട്ടൗട്ട് സാധാരണ ഇത്തരം റെക്കോർഡുകൾ എടുക്കാറില്ല. അപ്പോൾ 38 മത്സരങ്ങൾ 2024 മാർച്ച് മുതൽ ഇന്നലത്തെ ഫൈനൽ വരെയുള്ള മത്സരങ്ങളിൽ അവർ ഒന്നിലും തോൽവി അറിഞ്ഞിട്ടില്ല. ഇതുവരെ അപരാജിത കുതിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നാമതുണ്ടായിരുന്ന ഇറ്റലിയെ മറികടന്നിരിക്കുന്നു. ഇറ്റലി 2018 ഒക്ടോബർ മുതൽ 2021 സെപ്റ്റംബർ വരെ 37 മത്സരങ്ങളിൽ അൺബീറ്റണായിരുന്നു. അർജൻറ്റീന 36 മത്സരങ്ങളിൽ അൺബീറ്റണായിട്ടൊരു റെക്കോർഡുണ്ടായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദിയോട് തോൽക്കുമ്പോഴാണ് അവരുടെ ആ റൺ അവസാനിച്ചിരുന്നത്. അപ്പോൾ അർജൻറ്റീനയുടെ ആ കണക്കിപ്പോൾ 3ാമതേക്കായിട്ടുണ്ട്. സ്പെയിന് തന്നെയാണ് 4ാമത്. 2007 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ അവർ 35 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് നടത്തിയിരുന്നു. അപ്പോൾ എല്ലാം മറികടന്നുകൊണ്ട് വല്ലാത്തൊരു കുതിപ്പാണിപ്പോൾ സ്പെയിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. അവരുടെ കോച്ച് ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ, അദ്ദേഹത്തെയും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെ നേട്ടങ്ങളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 2023 യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം, 2024 യുവേഫ യൂറോ കപ്പിൽ കിരീടം, 2025 യുവേഫ നേഷൻസ് ലീഗിൽ റണ്ണേഴ്സ് അപ്പ്, 2026 ഇതാ അദ്ദേഹം വീണ്ടും കിരീടം ചൂടിയിരിക്കുന്നു. അത് എവിടെ? വേൾഡ് കപ്പിൽ. 49 മത്സരങ്ങളിൽ അദ്ദേഹം ടീമിൻ്റെ കോച്ചായിട്ട് 2 കളികളിൽ ആ ടീം തോറ്റിട്ടുള്ളൂ എന്ന് കൂടി പറയുമ്പോൾ എന്തൊരു സമഗ്രാധിപത്യമാണ് ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ കീഴിൽ ആ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാവ്. ഇനി സ്പെയിനിൻ്റെ കാലമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.